വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ഈ പ്രതി എന്തിന് ഈ ക്രൂരകൃത്യം നടത്തി എന്നുള്ള കാര്യം അറിയണമെങ്കിൽ അമ്മയുടെ മൊഴി ഇതിൽ പ്രധാനമായിരുന്നു. ഇപ്പോഴാണ് അമ്മയുടെ മൊഴി പുറത്തു വരുന്നത്. ഈ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴി അനുസരിച്ച് കട്ടിലിൽ നിന്നും തറയിൽ അടിച്ചു വീണതാണ് എന്നാണ് അമ്മ ഷെമി പറഞ്ഞത്. ഇന്നലെ വളരെ ഗുരുതരമായി പരിക്കേറ്റ് വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അമ്മ. ഇപ്പോഴും ആ അമ്മയുടെ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പ്രതി അഫാൻ ആദ്യം ഉപദ്രവിക്കുന്നത് അമ്മയെയാണ്. അമ്മ ഷെമിയാണ് ഉപദ്രവിക്കുന്നത്. അതിനുശേഷമാണ് ഇയാൾ 25 കിലോമീറ്റർ ചുറ്റളവിൽ ഉറ്റവരെ എല്ലാം അതിക്രൂരമായി അടിച്ച് കൊല്ലുന്നത്. ഈ വീട്ടിൽ ഈ ഷെമിയെ ഉപദ്രവിച്ച് മരണം ഉറപ്പാക്കി മരിച്ചു എന്ന് കരുതിയാണ് മറ്റ് വീടുകളിൽ പോവുകയും അവിടങ്ങളിലുള്ള ഉറ്റവരെ കൊല്ലുകയും ചെയ്തത്. പിന്നീട് സഹോദരനെയും ഈ പെൺസുഹൃത്തിനെയും ഒക്കെ ഈ വീട്ടിൽ തന്നെയാണ് എത്തിച്ചത്. അഞ്ജു ജയപ്രകാശ് ഉണ്ട്. അഞ്ജു, ഞെട്ടിപ്പിക്കുന്നതാണ് അമ്മയുടെ മൊഴി. വിവരങ്ങൾ. സേതു, നിലവിൽ ഇപ്പോൾ അമ്മ ഗോകുലം ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ആ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമ്മയുടെ താടിയെല്ലിനും ഉൾപ്പെടെ വലിയ തരത്തിലുള്ള പൊട്ടൽ ഉള്ളതിനാൽ തന്നെ സംസാരിക്കുന്നതിൽ പോലും പൂർണ്ണമായും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതെയാണുള്ളത് എന്നതാണ് ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നത്. അതിനിടയിലാണ് ഈ മൊഴി, നിർണായകമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നിലവിൽ ഈ ഉമ്മയ്ക്ക്, ഈ പ്രതിയുടെ ഉമ്മയ്ക്ക് ഇത്തരത്തിൽ മറ്റ് ബന്ധുക്കൾ മരണപ്പെട്ടതോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല. ആദ്യം കണ്ണ് തുറന്നപ്പോൾ തന്നെ സ്വന്തം ഇളയ മകനെയാണ് കാണണം എന്ന് പറഞ്ഞത്. അവൻ എവിടെയാണ് എന്ന ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ മരണപ്പെട്ടതും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ പറയാൻ സാധിക്കാത്തത് കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉമ്മയെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ ചോദ്യങ്ങളോട്, പോലീസോടായാലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളോട് താൻ കട്ടിലിൽ നിന്ന് വീണു എന്നൊരു മൊഴിയാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളത്. അതായത് മകൻ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഷാള് കൊണ്ട് മകൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് അത്തരത്തിലായിരുന്നു. ചുമരിനോട് ചേർത്ത് ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു. സ്വന്തം മാതാവിനെ ആദ്യം കുറ്റകൃത്യം ചെയ്യാൻ ആരംഭിച്ചത് ആ പ്രതിയുടെ വീട്ടിലാണ്. ആ പ്രതിയുടെ ഈ ഉമ്മയെ തന്നെയാണ് ആദ്യം കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്. രാവിലെയോടുകൂടി തന്നെ ഇത്തരത്തിൽ പണവുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിന് പിന്നാലെയാണ് അത്തരത്തിലൊരു കൃത്യത്തിലേക്ക് താൻ ഉമ്മയെ ചെയ്തത് എന്നതായിരുന്നു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പ്രതി മൊഴിയായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത് കീഴടങ്ങുന്ന ഘട്ടത്തിൽ. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ നിലവിൽ ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയിട്ടുള്ള മൊഴി കട്ടിലിൽ നിന്ന് താഴെ വീണിട്ടാണ് തനിക്ക് തലയ്ക്ക് ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുള്ളത് എന്നതാണ്. നിഷ്കളങ്കമായിട്ടുള്ള മാതാവ് സ്വന്തം മകനെ ഇത്തരത്തിൽ മകൻ ചെയ്ത ക്രൂരകൃത്യം എന്താണെന്ന് മനസ്സിലാവാതെയാണ് ഒരുപക്ഷെ മകൻ ചെയ്തത് ഉറച്ചു വെച്ച് ഇത്തരത്തിലൊരു മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ മാതാവിന്റെ സ്ഥിതി മോശമായി, അതായത് നിലവിലെ സ്ഥിതി ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയല്ല, അല്പം ഭേദമാകുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായും ഭേദമായി തിരിച്ചെത്തട്ടെ എന്ന് തന്നെ നമുക്ക്